ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാ വർഷവും അധ്യാപക ദിനത്തിൻ്റെ അന്ന് എന്നെ വിഷമിപ്പിക്കുന്ന ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും വിഷമത്തോടെ ഓർക്കാറുണ്ട്. ഞാൻ മനസ്സ് ഓർക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ജേണൽ. ഞാൻ അതേപ്പറ്റി പറയുന്നതിന് മുൻപ് അധ്യാപന ജീവിതത്തിലേക്ക് ഞാൻ തിരിയാനുള്ള കാരണം ഞാൻ പറയാം. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കാലഘട്ടം. എന്നെ കോംപ്ലിമെൻ്ററി ബോട്ടണി പഠിപ്പിച്ചിരുന്നൊരു പണിക്കർ സാറുണ്ട്. നമുക്കെല്ലാം സെമിനാർ ടോപ്പിക്കുകൾ എടുക്കാൻ കിട്ടുമല്ലോ അല്ലേ? അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ടോപ്പിക്ക്. ഞാനത് അതിമനോഹരമായി എടുത്തു എന്നാണ് എൻ്റെ സാറ് പറഞ്ഞത്. സാറ് എന്നോട് എന്നിട്ട് പറഞ്ഞു, നീ ഈ കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ വരണമെന്ന്. NSS കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷേ NSSൻ്റെ മറ്റൊരു ബ്രാഞ്ചിൽ എനിക്ക് ഒരു വർഷത്തെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന സംഭവം ഇതല്ല. നമ്മളുടെ 6 മാസത്തെ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നൊരു കടമ്പയുണ്ട് B.Edന്. അപ്പോൾ ആ സമയത്താണ് ഇത് സംഭവിച്ചത്. ടീച്ചിങ് പ്രാക്ടീസിന് ഞാൻ പോയത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ ബയോളജി എടുത്തിരുന്ന ഒരു സീനിയർ അധ്യാപകൻ ഉണ്ടായിരുന്നു. സാറിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ സാറ് എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മോളുടെ പ്രായം നിനക്ക് എന്ന്. മോളെപ്പറ്റി എപ്പോഴും എന്നോട് പറയുമായിരുന്നു. സാറായിരുന്നു എൻ്റെ അവിടുത്തെ ഗൈഡ്. ഫുൾ ഫ്രീഡം ആയിരുന്നു കേട്ടോ എനിക്ക്. സാറിന് ഭയങ്കര കാര്യമായിരുന്നു എന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് HM പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളുടെ അടുത്ത് കത്ത് രൂപത്തിൽ എഴുതി അറിയിക്കാമെന്ന്. കൂടെയുള്ള ടീച്ചേഴ്സിന് ആർക്കും കത്ത് എഴുതാൻ ധൈര്യമില്ല. അവസാനം പേപ്പർ എൻ്റെ മുന്നിലെത്തി. ഞാൻ പറഞ്ഞു, എന്തായാലും എഴുതി കൊടുക്കണം, നിങ്ങൾ പറ, ഞാൻ എഴുതാമെന്ന്. അവർ പറഞ്ഞ വരികൾ അങ്ങനെ പകർത്തുക മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു PE സാറിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടെ അറിയിക്കണമെന്ന് തോന്നി. കാരണം ഇനി വരുന്ന ഒരു ടീച്ചേഴ്സിനും അത് ഉണ്ടാവരുത് എന്നോർത്തുകൊണ്ട് അങ്ങനെ കത്തിൽ പേരുകളൊന്നും മെൻഷൻ ചെയ്യാതെ തന്നെ ഒരു സീനിയർ അധ്യാപകനെന്ന് മാത്രം ഞങ്ങൾ വെച്ചു. അങ്ങനെ വിഷയം എല്ലാവരുടെയും എത്തി. പറഞ്ഞു വന്നപ്പോൾ സാറായിരുന്നു അവിടെ മോശമായത്. കാരണം ഞങ്ങളോട് മോശമായിട്ട് സാറ് പെരുമാറിയെന്നായി. കത്ത് ആരെഴുതിയെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഇരുന്നവരും പറഞ്ഞു തന്നവരൊക്കെ കൈയൊഴിഞ്ഞു. അവസാനം അത് എൻ്റെ തലയിലായി. അങ്ങനെ സാറ് വിഷമത്തോടെ നിറ കണ്ണുകളോടെ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടി, എൻ്റെ റിട്ടയർമെൻറ്റ് ഇയറാണിത്. നല്ലൊരു പേരോടുകൂടി ഇറങ്ങണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചില്ല എന്നുള്ളത്. ഒരുപാട് തവണ സാറിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാർ എന്നെ കേൾക്കാനേ നിന്നില്ല. അതിനുശേഷം ഞാൻ ഒരിടത്തും എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ ഭാഗമോ പറയാൻ ശ്രമിക്കാറില്ല. അഭിപ്രായം പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ, ഒരാളെയും വാക്കുകൊണ്ട് വിഷമിപ്പിച്ചു എന്ന് വരില്ലല്ലോ.